പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. കർത്താവെ, നിനക്ക് പകരമായിട്ട് പലരെയും ഇങ്ങനെ ഞങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചു പോയിട്ടുണ്ട്. നിന്നേക്കാൾ കൂടുതലായി ഞങ്ങൾ അവരെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. ഇനി എന്നാണ് ഞങ്ങൾക്ക് അങ്ങിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള കൃപ ലഭിക്കുക എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ മുൻപിലായിരിക്കണം. നമുക്ക് മറ്റു പലതും ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഈശോ. ശരിക്കും അങ്ങനെ തന്നെയാണ്. കർത്താവിനെ സ്വീകരിക്കുന്നവൻ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെ സ്വീകരിക്കുന്നവനൊക്കെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായി തീരുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുമെന്ന് വചനം പറയുമ്പോൾ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഒന്നാമത്തെ വായന. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ, നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീഷ പ്രവാചകനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എലീഷയെ അവർ പ്രവാചകനായി കണക്കാക്കുന്നു. പ്രവാചകന തക്ക രീതിയിൽ അവർ സ്വീകരിച്ച് ആനയിക്കുന്നു. പ്രവാചകന് വേണ്ട ഒത്ത ഒരു മുറിയൊരുക്കി കൊടുക്കുന്നു. എപ്പോൾ വന്നാലും വിശ്രമിക്കാനായിട്ടുള്ളൊരു ഇടം ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കുമ്പോൾ അദ്ദേഹം അവർക്ക് പകരം കൊടുക്കുന്നത് ഒരു കുഞ്ഞിനെ തന്നെ. അടുത്ത വർഷം ഈ സമയം നീ ഒരു കുഞ്ഞിനെ കൈകളിൽ താലോലിക്കുമെന്നുള്ളതാണ് എലീഷയുടെ വാഗ്ദാനം. അത് നിറവേറുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ പ്രവാചകനായ ഒരു മനുഷ്യനെ ഇങ്ങനെ സ്വീകരിച്ചപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയെങ്കിൽ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, ജീവനുള്ള കർത്താവിനെ ഇങ്ങനെ ഉള്ളിലേക്ക് ഏറ്റെടുക്കാൻ മനസ്സാകുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചൊരു അല്പസമയം ചിലവഴിക്കാൻ സാധിക്കുമെങ്കിലൊക്കെ എന്തൊരു വലിയ അനുഗ്രഹങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈശോയെ സ്വീകരിക്കാൻ, ഈശോയെ ദൈവമായി തന്നെ സ്വീകരിക്കാൻ, ഈശോയുടെ നാമത്തിൽ വരുന്ന ഓരോരുത്തരെയും അവരർഹിക്കുന്ന ആദരവോടുകൂടെ സ്വീകരിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഈശോയെ ദൈവമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ. അതിന് പറ്റാതെ പോയതാണ് യഹൂദജനത്തിന് വന്നു പോയ തെറ്റ്. കർത്താവിനെ അവർ ദൈവമായിട്ട്, അത്ഭുത പ്രവർത്തകനായിട്ട് സ്വീകരിച്ചു, നാട്ടുകാരനായിട്ട് അതിൻ്റെ പേരിൽ വലിയ അഭിമാനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവിനെ ദൈവമായിട്ട് സ്വീകരിക്കാൻ, ശരിക്കും ദൈവമായിട്ട് സ്വീകരിക്കാൻ വേണ്ട ഒരു മനസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ആണെങ്കിൽ ദൈവത്തെ സ്വീകരിക്കുന്നവർക്ക് സമ്മാനമായി സ്വർഗം തന്നെ. കർത്താവിൻ്റെ വലിയ പ്രീതി. ഈശോയെ, ഞങ്ങളെ അങ്ങയെ ദൈവമായിട്ട് സ്വീകരിക്കാത്ത മനുഷ്യരുടെ ഇടയിൽ പ്രഘോഷിക്കുന്ന മനുഷ്യരായി മാറാൻ വേണ്ട കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ധൈര്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ സ്വീകരിക്കാൻ, ഈശോയെ ദൈവമായിട്ട് സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ സ്നേഹിക്കുന്ന മനുഷ്യർ കുരിശുമെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ നടക്കും. അതിനകത്ത് യാതൊരു പരാതി ഉണ്ടാവില്ല. ഈശോയേക്കാൾ വേറൊരാളെ സ്നേഹിക്കില്ല നമ്മൾ. അപ്പനാണോ അമ്മയാണോ, ഈശോയെ മതി. ഈശോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ഒരു മനസ്സിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള കൃപ തരണമേ. ആശീർവാദമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കർത്താവെ, നിന്നെ അനുഗമിക്കുന്നവൻ, ക്രിസ്ത്യാനി എന്നുള്ള തലക്കെട്ടിൽ നിന്നെ അനുഗമിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ കുരിശിനെ ഉപേക്ഷിച്ച് കളയാതെ സ്വീകരിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെക്കാൾ അധികമായി ഒരിക്കലും ഒരു തരി പോലും ഈശോയെ ഇങ്ങനെ താഴ്ത്തി കാണിക്കാതിരിക്കാൻ, മറ്റുള്ളവരെക്കാൾ ഉപരിയായി എപ്പോഴും ഈശോയെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് സ്നേഹിക്കാൻ, മെസ്സിയേക്കാളും റൊണാൾഡോയേക്കാളും നെയ്മറിനേക്കാളും ഒക്കെ അധികമായിട്ട് എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ ഈശോയെ കൃപ തരണമേ എന്ന് അഭിഷേകം ചെയ്ത് ആശീർവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവസം ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,